കേരള ചാനലിൻ്റെ സംവാദ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വന്ന നമ്മുടെ 70 സെൻറ്റ് ഭൂമി, പഞ്ചായത്തിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ആശയത്തോടുകൂടി ഭൂമി വന്നതാണെങ്കിലും ആ ഭൂമി വർഷങ്ങളായിട്ട് 2009 മുതൽ ഇതവിടെ ഡെഡായി കിടക്കുകയാണ്. ഈ ഭൂമി നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക്, വികസന കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നമ്മളതിൽ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ജെയിംസ് മാസ്റ്ററെയും അതുപോലെ തന്നെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ വൈസ് പ്രസിഡന്റുമായ മടത്തിൽ അബ്ദുൽ ലത്തീഫിനെയും അതുപോലെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെന്തോ അസൗകര്യ കാരണത്താൽ ഇതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ V. ആബിദലി, അതുപോലെ തന്നെ നമുക്കറിയാം ഈ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഒരു മുൻ പ്രസിഡന്റായ ഷൗക്കത്ത്, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ഈ ചർച്ചയിൽ നമ്മളൊപ്പം വരുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ നേതാവായിട്ടുള്ള ഹംസക്കുട്ടിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി 2009 മുതൽ ഇവിടെ ഈ ഒരു 70 സെൻറ്റ് ഭൂമി ഇവിടെ കിടക്കുമ്പോൾ ഇപ്പോൾ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നല്ലൊരു തീരുമാനം എടുത്തു. ഇവിടുത്തെ കരുവാരകുണ്ടിലെ ജനങ്ങളുടെ വളരെ അത്യാവശ്യമായ സബ്സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ ഡെഡായി കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാടിനും നമ്മുടെ ഈ നാട്ടുകാർക്കും ഒരു വലിയ ഉപകാരം അല്ലെങ്കിൽ നല്ലൊരു കാര്യമാവുന്നില്ല എന്ന വെച്ച് നല്ലൊരു തീരുമാനം എടുത്താണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയാണ്. ആ എതിർക്കാനുള്ള കാരണം എന്താണ്? നാട്ടിലിവിടെ വികസനം വേണോ അതോ ആ ഭൂമി അവിടെ ബസ് സ്റ്റാൻഡായിട്ട് നിലനിൽക്കണോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ഷൗക്കത്ത് അലിയോട് സംസാരിക്കുന്നു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിട്ട് ആദ്യമായി കേരള ചാനലിനെ അഭിനന്ദിക്കുകയാണ്. കരുവാരകുണ്ടിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ചിരുത്തി ഇതുപോലെയുള്ള ചർച്ചകൾ നടത്താൻ ഇവിടെയുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർ തയ്യാറാവേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുന്ന ഭരണസമിതികളൊക്കെ നമ്മുടെ ഗ്രാമം ഭരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസന പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പല പദ്ധതികളും വരുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ അത് പിന്തള്ളപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സബ്സ്റ്റേഷൻ്റെ കാര്യം മറ്റൊരു പ്രൊജക്റ്റാണ്. അതിലേറെ മർമ്മപ്രധാനമായ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റായിരുന്നു നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച 70 സെൻറ്റ് സ്ഥലത്തുള്ള നമ്മുടെ കിഴക്കേത്തലയുടെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തി ഗ്രാമപഞ്ചായത്തിന് ഉപാധികളോടുകൂടി നൽകിയിട്ടുള്ള സ്ഥലം. ഉപാധികളോടെ നൽകിയെന്ന് ഞാൻ പറയുന്നതല്ല, അത് മുൻ ഭരണസമിതി, ഞങ്ങൾ ഭരിക്കുന്ന ഞാനും ആബിദലിയും അതുപോലെ മുഹമ്മദ് മാഷും ലത്തീഫ് ഇരിക്കുന്നതിൻ്റെയൊക്കെ തൊട്ട് മുമ്പ്, അതിൻ്റെ മുമ്പ് ഇരുന്ന ഭരണസമിതികൾ അവരുടെ പ്രവർത്തന ഫലം അലവി സാഹിബ് അതുപോലെ അമീതാജി പോലെയുള്ള ആളുകളുടെയൊക്കെ സമഫലമായിട്ടാണ് ഇങ്ങനെ ഗ്രാമത്തിന് കണ്ണായ സ്ഥലം കിട്ടിയത്. ആ സ്ഥലം ഉപയോഗിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗ്രാമത്തിലെ ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കരുവാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരമാണ്. ഈ ഓഫീസിലേക്ക് മര്യാദക്ക് ഒരാൾക്ക് വരാൻ ഇപ്പോഴും സൗകര്യമില്ല. ഇത് 2025 2025 കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് ഒന്ന് കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഓഫീസിൻ്റെ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് പോലും കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ ഓഫീസിലുണ്ട്. ഇവിടെ ഒരു പബ്ലിക്കിന് വരാൻ പറ്റുന്ന വാഹന സൗകര്യത്തിൻ്റെ സൗകര്യങ്ങളില്ല. പിന്നെ കരുവാരകുണ്ടിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്ന രീതി നമുക്കറിയാം. അപ്പോൾ ആലോചിച്ച് നോക്ക്, പുന്നക്കാട് നമ്മുടെ വാടക കെട്ടിടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സബ് ട്രഷറി, അതിന് സ്ഥലം നമ്മൾ സൗജന്യമായി കൊടുത്തിട്ട് 10 വർഷത്തോളമായി, ഇതുവരെ ആർക്കും തൊടാനായിട്ടില്ല. ഇതിൻ്റെ സെക്ഷൻ ഓഫീസ് ബഹുമാനനായ കടവൂർ ശിവദാസനാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത അനിൽകുമാർ MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വൈദ്യുതി സെക്ഷൻ ഓഫീസ് വന്നു. അതിന് ഇവിടെ ഒരു സ്ഥിരം ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല, അതിന് ലാൻഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ കെട്ടിക്കൊടുക്കുക ചെയ്തു. ഇപ്പോഴും അതിനൊരു കെട്ടിടം കൊണ്ടുവരാൻ ആരുമില്ല. ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കരുവാരകുണ്ടിൽ വലിയ ഭൂമി കച്ചവടം നടക്കുന്ന പ്രദേശമാണ്. അതൊന്നൊരു കെട്ടിടത്തിൽ കൊണ്ടുവരാൻ അതിനും ഭൂമി കൊടുത്തു കഴിഞ്ഞ ബോർഡ്. നമ്മളിപ്പോ ആ 70 സെന്റ് സ്ഥലത്ത് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് വെറുതെ കിടക്കുകയാണ്. അത് സബ്സ്റ്റേഷൻ കൊണ്ടുവന്നാൽ ഇത് നിങ്ങൾ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണ്? ആരെ എതിർത്തു? അങ്ങനെ എതിർപ്പല്ലല്ലോ ഇതിലുള്ളത്. അതിനകത്ത് എതിർപ്പ് എന്നൊരു വിഷയം തന്നെയല്ല. രാഷ്ട്രീയമായി അത് സബ്സ്റ്റേഷൻ ഇവിടെ വരണം എന്നുള്ള കാര്യത്തിൽ കരുവാരകുണ്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി ഇപ്പോൾ സബ്സ്റ്റേഷന് വേണ്ടി ആദ്യമായി സ്ഥലം അന്വേഷിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി വൈദ്യുതി വകുപ്പിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന്
പരിശോധന നടത്തി അതിൻ്റെ തുടർ ഫോളോ അപ്പ് നടത്താതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലത്ത് ബസ് സ്റ്റാൻഡിൽ പോയി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്ര കണ്ണായ ഒരു സ്ഥലം എടുത്തിട്ട് അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നു പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തോ ഒരു ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പണി ആരും പറഞ്ഞു? സബ്സ്റ്റേഷൻ ഇഷ്ടം പോലെ സ്ഥലം നമ്മുടെ ഗ്രാമത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവര് തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ വ്യക്തി കൊടുക്കാന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് വിവരമില്ല. ഈ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ സബ്സ്റ്റേഷൻ കൊണ്ടാൻ പറ്റും. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും വികസന സാധ്യതയും മാത്രമല്ല ഒരു പ്രൊജക്റ്റ്, ഏറ്റവും ഒരു പ്രൊജക്റ്റ് അവിടെ ഇപ്പൊ ഈ ബോർഡും അത് എടുത്തു എന്നല്ലാതെ അവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് ടൗൺ സ്ക്വയർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമത്തിലെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഉതകുന്ന ഈ കരുവാട്ടിലെ മുഴുവൻ ആളുകൾക്കും സർക്കാർ ഓഫീസിലേക്ക് വരുമ്പോൾ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ഒരു കൊടക്കീഴിൽ നിർത്തി, ബാങ്കുകളെ കൊടക്കീഴിൽ നിർത്തി, അതുപോലെ മാർക്കറ്റുകൾ കൊണ്ടുവന്ന് ബാങ്കുകൾ കൊണ്ടുവന്ന് ഇതിനൊക്കെ പറ്റാവുന്ന ഒരു ഇനി ആവശ്യമാണെങ്കിൽ ബസ് വേ നിർമ്മിക്കാനും പറ്റാവുന്ന ഒരു സ്ഥലം അത് നമ്മളത് നശിപ്പിക്കുക എന്നുള്ളതല്ലേ ഇതിനർത്ഥം? സബ്സ്റ്റേഷൻ ഉണ്ടാക്കാനാണോ? ഇനി സബ്സ്റ്റേഷൻ ഉണ്ടാക്കാനാണെങ്കിൽ എവിടെ ഓർഡർ? ഇത്ര വേടെ വൈദ്യുതി അബിദലി, ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 70 സെന്റ് സ്ഥലം, നമുക്ക് കണ്ണായ സ്ഥലം നമുക്ക് ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിൽ സബ്സ്റ്റേഷൻ ആ 70 സെന്റ് സ്ഥലം ഇത് കിട്ടി പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ അതിനെ തുരങ്കം വെക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഇത് ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അലിസായി പ്രസിഡന്റും അമീതാജ് വൈസ് പ്രസിഡന്റും ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കാലഘട്ടത്തിലാണ് ഈ 70 സെന്റ് ഭൂമി കരുവാണ്ട് പഞ്ചായത്തിന് വിട്ടുതരാൻ വേണ്ടി അന്നത്തെ ബോർഡ് ആവശ്യപ്പെടുന്നത്. അന്നത്തെ ആ ബോർഡ് ആവശ്യപ്പെടുന്ന ഒരു കാരണം കൂടിയുണ്ട്. ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു കാർ നിർത്താനോ അല്ലെങ്കിൽ ബൈക്ക് നിർത്താനോ സ്ഥലമില്ലാതെ അലിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് എല്ലാ പെരിന്തൽമണ്ണ ആണെങ്കിലും മഞ്ചേരി ആണെങ്കിലും സ്റ്റാൻഡുകൾ പുതിയത് വന്ന് ബസ്സുകളുടെ ബാഹുല്യം മറ്റുള്ളവർക്ക് വന്നപ്പോൾ ഇവിടെയും അഡീഷണൽ ബസ് സ്റ്റാൻഡ് വേണം എന്നുള്ളൊരു ആശയം അന്നത്തെ കാലത്ത് UDF വന്നതുകൊണ്ടാണ് ഈ 70 സെന്റ് സ്ഥലം നമുക്ക് വിട്ടുകിട്ടിയത്. പക്ഷെ ഇതിൽ അവർ പറയുന്നൊരു ആരോപണം എന്തുകൊണ്ട് നിങ്ങളത് നിർമ്മാണം നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് ചില സാങ്കേതികത്വം ആണ്, അതിൽ പല വീഡിയോകളും ഇന്നിപ്പോൾ അവർ പുറത്തു കൊണ്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളാരും ടൗൺ സ്ക്വയർ ആയിട്ട് കയറുന്നു, ഞങ്ങളാരും അത് എടുത്തിട്ടില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് മറ്റുള്ളവർക്ക് പരിമിതമായിരുന്നു. പക്ഷെ നമുക്കത് വീണ്ടും ആ പ്രൊജക്റ്റ് കൊണ്ടുവരാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫണ്ട് നീക്കി വെച്ച് ആ ബസ് സ്റ്റാൻഡ് കയറാൻ വേണ്ട റോഡും അതുപോലെ മറ്റുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബസ് കാത്തിരിപ്പ് സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇവിടെ സോസായി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഇവിടെ പറഞ്ഞല്ലോ സബ് ഓഫീസ് കടവൂർ ശിവാസന്റെ കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, UDF കൊണ്ടുവന്നതാണ്. അതുപോലെ അതിന് ശേഷം ആര്യാടൻ വൈദ്യുതി വകുപ്പ് വന്നപ്പോഴാണ് സെക്ഷൻ ഓഫീസ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ 2018-19 കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു സബ് സ്റ്റേഷൻ വേണം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ അപേക്ഷ കൊടുക്കുക, ഞങ്ങൾ ബോർഡിൻ്റെ കാലത്താണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ് ഓഫീസോടെ വരുന്നത്, സബ് സ്റ്റേഷൻ വരണത്. അന്നത്തെ കാലത്തിട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അടക്കമുള്ള വ്യാപാരി വ്യവസായ അടക്കമുള്ളത് അന്നത്തെ മന്ത്രിയെ പോയി തിരുവനന്തപുരത്ത് പോയി കാണി ഒരു ജനകീയമായിട്ട് വ്യാപാരികളും ഒക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പോയി സ്ഥലം മറ്റുള്ള കണ്ടെത്തി. ഏതാണ്ട് വീട്ടിൽക്കൊന്ന് അതുപോലെ കുട്ടത്തി 3-4 സ്ഥലങ്ങൾ അന്നത്തെ കാലത്ത് ഈ പ്രസിഡന്റും ഞങ്ങളൊക്കെ പോയി നോക്കിയതാണ്. അതിവിടെ ആർക്കും അത് മറച്ചോ കഴിയില്ല. അതിൻ്റെ ഒരു വീഡിയോസോ മറ്റുള്ളതൊക്കെ നിങ്ങളെ കൈവശം ഉണ്ടാവും, അതിൽ ആർക്കും നിഷേധിക്കാൻ പറ്റൂല. പക്ഷെ അതിനുശേഷം ഇവിടെ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചു, ഇവിടെ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി. ഇവിടെ മുന്നണിയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിച്ച് ഇവിടെ പഞ്ചായത്തിന് UDF ഭരണം നഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത് ആ വിഷയത്തിലേക്കാണ് കടന്നു വരുന്നത്. അങ്ങനെ വരുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണം UDF കയ്യിൽ നിന്ന് പോവുകയും CPM ഒരു ഭരണസമിതിയോടെ വരികയും ആ കാലഘട്ടത്തിൽ ഇപ്പം അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കൊറോണ എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല നേരിട്ടിരിക്കുന്നത്, കരുവാണ്ട് പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളും അത് നേരിട്ടതാണ്. അതിൻ്റെ പേരുമാണ് ഇത് നീണ്ടുപോയെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇവിടെ പട്ടിക്കാടും സൈലേസ് ഒരു 10 സെന്റ് കൊടുത്തു എന്നാണ് അന്ന് പറയുന്നത്. അത് നവകേരള യാത്രയിൽ അതിൻ്റെ ആധാരം കൈമാറി അതിന് വലിയ വീഡിയോസുകളൊക്കെ കരുവാളിലെ ജനങ്ങളെ മൊത്തം കാണിച്ചു എന്ന് അന്ന് ഞങ്ങൾ പത്രത്തിലൂടെ അറിഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 4.5 വർഷക്കാലത്തിനുള്ളിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചും കൊണ്ട്
കരുവാണ്ട് പഞ്ചായത്തിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ട് അവിടെ. 5-8 പാർട്ടികൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ നേതാക്കന്മാരുടെ അവരാരെങ്കിലും വിളിച്ചിട്ട് ഒരു സർവകക്ഷി വിളിക്കാൻ അവിടെ ആരും തയ്യാറായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ആ സ്ഥലം അവർ പറയുന്നത് അത് അനുയോജ്യമല്ല, അതിന് 70 ലക്ഷം 80 ലക്ഷം ചിലവെന്ന് അവർ പറയണു, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം മില്ലും പടിക്ക് ഒരു പെരിയങ്കുയ്യൻ മുഹമ്മദ് എന്ന വാപ്പു ഇവനെ സന്ദർശിക്കാൻ ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഇതിനെ പറ്റി ഒരു ആരോപണം വന്നപ്പോൾ ആ സ്ഥലത്തിനെതിരെ കേസ് ഞാൻ കൊടുപ്പിച്ചു എന്ന് ഏരിയ കമ്മിറ്റി അംഗം സജാദ് ഹുസൈൻ്റെ ഒരു പത്രവാർത്തയാണ് അല്ലെങ്കിൽ പത്രസമ്മേളനം അന്ന് ഞാൻ കണ്ടത്. അത് ഞാൻ പറയട്ടെ എനിക്കൊരു അവസരം തരും നിങ്ങൾ. അത് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. എൻ്റെ അയൽവാസിയിൽ വന്ന് അങ്ങനെ സ്ഥലം ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ കക്ഷിനെ വിളിച്ചു. ആ കക്ഷി ബോംബെയിലാണ്. ആ കക്ഷിനെ വിളിച്ച് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം വന്നത് എൻ്റെ അടുത്ത് സജാദ് ഹുസൈനാണ് ഒന്ന് വന്നത്, ഒന്ന് ജെയിംസ് മാസ് വന്നു, അതുപോലെ ലത്തീഫ് വൈസ് പ്രസിഡന്റ് വന്നു, അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ വാർഡ് മെമ്പർ വന്നു, പിന്നെ ലോക്കൽ നേതാവ് വന്നു. ഇവരെ വന്നിങ്ങനെ ആശം ഉന്നയിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയ 50 സെന്റ് പട്ടയുണ്ട് അവിടെ. അതുമായി ബന്ധ ആ ഭൂമി അവർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അത് തരാൻ. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ സ്ഥലം വിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു 10-30 സെന്റ് വളരെ മാന്യമായിട്ട് ചോദിച്ചിട്ടാണെങ്കിൽ ഞാനത് നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് ഇന്ന് എനിക്ക് അറിയാൻ കഴിയും. അതിനെ പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ 70 സെന്റ് സ്ഥലം ഇത് ബസ് സ്റ്റാൻഡിനും അതുപോലെ അനുബന്ധ സാധനങ്ങൾക്ക് കൊണ്ടുപോകും. അല്ല, ഞങ്ങൾ ഇതിനെതിരല്ല. ഞങ്ങൾ വെല്ലുവിളിച്ച് പറയുന്നു, ഞങ്ങൾ ഇതിന് സ്ഥലം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒപ്പം കൂടി നിൽക്കാൻ തയ്യാറാണ്. ഇതിന് 40 സെന്റ് സ്ഥലം ഉണ്ടാക്കാൻ നാട്ടിൽ കൂടി പിരിവർത്തിയിട്ടാണ്. അതിന് ഞങ്ങൾ UDF-കാർ തയ്യാറാണ്. ഇവിടെ പല പിന്നെ സബ്സ്റ്റേഷൻ സ്ഥലം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൂട്ടായി വരും, ഒരു പിന്നെ ഇത് വിളിക്കുകയും അല്ലാതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഈ ഭൂമി കൊടുക്കുന്നല്ല, ഈ 70 സെന്റ് സ്ഥലം സൗജന്യമായിട്ടുള്ള ദാനാധാര പ്രകാരം നൽകിയ ഭൂമി, ആ ഭൂമി അതിൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തു. നിങ്ങൾ UDF-കാർ അതിനെതിർത്തിട്ട് അതിവിടെ നടപ്പിലാക്കാതെ ഇരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊരു ആരോപണമുണ്ട്. ഇതിൽ മുസ്ലിം ലീഗ് നേതാവ് അംസക്കുട്ടിക്ക് എന്താ പറയുള്ളത്? നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആദ്യം ഇത് കേൾക്കേണ്ട അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യേണ്ട പ്രതിപക്ഷതയില്ല. 2ാം ഘട്ട ചർച്ചയാണ് കേരള ചാനൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംവാദം സംഘടിപ്പിക്കുന്നത്. ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത്, മുസ്ലിം ലീഗോ UDF-ഓ കരുവാരകുണ്ടിൽ KSEB സബ്സ്റ്റേഷൻ വരിക എന്നതിനോട് ഒരു നിലക്കും പുറംതിരിഞ്ഞ് നിൽക്കില്ല. തന്നെയല്ല വരണമെന്ന് 100 വട്ടം ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും തയ്യാറുമാണ്. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഇത് നാട്ടുകാരാണ് കേൾക്കേണ്ടത്, ഭരണപക്ഷമോ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയല്ല. ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന 10 കോടി രൂപ കേരള സർക്കാരിൻ്റെ 10 കോടിയല്ല, കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടും അല്ല, മറിച്ച് KSEB-യുടെ ഫണ്ടാണ്. ഇലക്ട്രിസിറ്റി ബോർഡാണ് ഭരിക്കുന്നത്. ബോർഡിൻ്റെ 9 കോടി 60 ലക്ഷം രൂപ അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അതിൽ തന്നെ സ്ഥലം പോലും വാങ്ങാനുള്ള സാധ്യത ആ ഫണ്ടിലുണ്ട് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാട്ടിലെ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ മയ്യത്തെടുക്കാനുള്ള നേരമുള്ളൂ. 4.5 കൊല്ലം കഴിഞ്ഞിട്ട് UDF-നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുക്കിലിരുത്താൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് ഇപ്പം നടത്തിയിട്ടുള്ള ഈ ഭരണസമിതി കൊണ്ടുവന്ന ഒരു 70 സെന്റിൽ ഇത് സ്ഥാപിക്കുക എന്നുള്ളത്. അതിൻ്റെ അപ്രായോഗികത, അത് ഒരിക്കലും നടക്കാത്ത സംഗതിയാണ് എന്നതിൽ ഒരു തർക്കമല്ല. മാത്രമല്ല, ഈ KSEB-യിലെ 26-30ഓളം ലൈൻമാൻമാർ ജീവനക്കാരിൽ 16 പേരാണ് INTUC-കാർ. ബാക്കിയുള്ള അവരുടെ സ്വകാര്യ സംഭാഷണം പോലും വേണ്ടി വന്നാൽ ഞങ്ങൾ പുറത്തുവിടും. എന്തോ ഇത് യഥാർത്ഥത്തിൽ CPM-നകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങളുടെ ഒരു സംഗതി ഇതിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രാജ്യത്ത് ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കിഡ്നിക്ക് വേണ്ടി കോടികൾ പിരിച്ച പ്രദേശമാണ്. അതേപോലെ നാട്ടിൽ നീറുന്ന എത്രയോ ആളുകളെ, 1-ലധികം ആളുകളുടെ, അതുപോലെ തന്നെ ഗ്രൗണ്ടുകൾ കരിമണലതാ ഞങ്ങൾ KMCC 1 സെന്റ് പണം കൊടുത്തു. അതേപോലെ യൂത്ത് ലീഗ് മുൻകൈ എടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ലക്ഷങ്ങളുടെ. നാട്ടിലങ്ങനെ നിരവധിയായ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വലിയ വികസന വിപ്ലവം പൊതുജന പങ്കാളിത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മാത്രം തന്നെയുമല്ല, ഇവിടെ തന്നെ എങ്ങനെ ബഡ്സ് സ്കൂൾ വന്നത് UDF ഇറങ്ങിയിട്ടാണോ? UDF-ന്റെ പിന്തുണ അതിന് പൂർണ്ണമായി ഉണ്ടായിരുന്നു. ആരെങ്കിലും കമ്മീഷൻ അടിച്ചു, ഞാൻ ധൈര്യപൂർവ്വം പറയാം. അപ്പം അതിൽ ആർക്കൊക്കെ വേറെ താല്പര്യങ്ങളുണ്ട് ആരും അറിഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിക്കും, ഇതിനടുത്ത രീതിയിൽ അവർ പത്രസമ്മേളനം വിളിച്ച് മറുപടിയാണ്.
ഒരു 20 സെൻറ്റ് കളിക്കുന്നുണ്ടല്ലോ കരുവാരണ്ട് പഞ്ചായത്തിൽ. ചീനിപ്പാടത്തെ 20 സെൻറ്റിൻ്റെ അവസ്ഥ എന്താണ് അറിയാൻ താല്പര്യമുണ്ട്. അത് മാത്രം അതിന് മറുപടി പറയണം. ആ 20 സെൻറ്റ് കിട്ടിയോ കിട്ടിയില്ലേ? അപ്പോൾ എന്താണ് ആ 20 സെൻറ്റ് നൽകാമെന്ന് പറഞ്ഞ വ്യക്തി ആ 20 സെൻറ്റ് പഞ്ചായത്ത് ഭരണസമിതി വാങ്ങിയില്ലെന്ന് മാത്രമല്ല, അത് തരാമെന്ന ഓഫറിൻ്റെ ഭാഗമായി ആ പ്രദേശം മുഴുവൻ ഇടിച്ചു നിരത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് പോയി കാണണം. കുന്നും മലയും ഇടിച്ചു നിരത്തി. അവസാനം ബഡ്സിന് ആ സ്ഥലം പറ്റൂലാറിന് ഭരണസമിതിയിൽ നിന്ന് പിന്മാറി. എന്താണ് ഇതിന് കാരണം? എന്നാൽ ആ 20 സെൻറ്റ് ഉപയോഗിച്ചുകൂടെ? അതിന് മറുപടി പറയേണ്ടത് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന പാർട്ടി പ്രതിനിധിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് സാഹിബായിരുന്നു. ആ 20 സെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്? അതിങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അതിന് മറുപടി പറയാം. അത്തരത്തിൽ ഇനി അതുമല്ലെങ്കിൽ ഒറ്റക്കെട്ടായി പറഞ്ഞാൽ രാജ്യത്ത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഒരു 20-30 സെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രദേശം വാങ്ങാൻ മണിക്കൂറുകൾ മാത്രം മതി. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി UDF വ്യക്തമായി ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അതിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ശരിക്ക് ഒരു ഞാനിൽ കളി. അതിലെഴുതുന്നുണ്ട് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി. അത് ആ ഗേറ്റിങ്ങ് തൂക്കിയാണ്. നിർദ്ദിഷ്ട പഞ്ചായത്ത് ഈ ബസ് സ്റ്റാൻഡിനല്ലാതെ ഉപയോഗിക്കാൻ സാധ്യമല്ലെന്നും അതേസമയം അത് ബസ് സ്റ്റാൻഡിനും അതേപോലെ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ള ആയുർവേദ ആശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മിനി സബ്സ്റ്റേഷനായി അത് മൊത്തത്തിൽ മിനി സിവിൽ സ്റ്റേഷനായി അത് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അതിലൊരു മാറ്റമല്ല. അതന്നെ വൈദ്യുതി സബ്സ്റ്റേഷൻ വരുന്നത് നിങ്ങൾ ഒരിക്കലും നമുക്കറിയാം. ഇപ്പൊ ചേരിയിൽ കൊട്ടിഘോഷിച്ചവിടെ ലോറിയിൽ 20 ലക്ഷം 25 ലക്ഷം ബ്ലോക്ക് മെമ്പർ നടപ്പിലാക്കിയ പ്രൊജക്ട് ഒരു പ്രാവശ്യമാണ് വെള്ളമടിച്ചിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് കുടിവെള്ളമല്ല. അപ്പൊ അത് നടക്കണില്ല. കറണ്ട് ഇല്ലെങ്കിൽ രാജ്യത്തൊന്നും നടക്കൂല. പഴയ കാലമല്ല. എല്ലാ വീട്ടിലും AC ആയി. ഒരുപാട് IT മേഖലയിലൊക്കെ വലിയ വികസനം. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ കറണ്ട് ആവശ്യമാണ്. ഊർജ്ജ പ്രതിസന്ധി കരുവാരണ്ടിൽ അതിൽ ഒരു കക്ഷി രാഷ്ട്രീയമല്ല. 60,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന കരുവാരണ്ട് പഞ്ചായത്തിൽ സബ്സ്റ്റേഷൻ അനിവാര്യമാണ്. അതിന് എന്ത് വില കൊടുത്തും കൊണ്ടുവരാൻ നാളെ ഇറങ്ങുകയാണെങ്കിൽ UDF സംവിധാനം പാർട്ടിയൊക്കെ മുസ്ലിം ലീഗൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. ഞാൻ മുൻ പ്രസിഡന്റോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഭൂമി അതിൻ്റെ തൊടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു വൈക്ലഭ്യമുണ്ട് മനസ്സിൽ. കാരണം ഈ 70 സെൻറ്റ് സ്ഥലം അത് നമ്മളൊരു വികസന കാര്യങ്ങൾ തന്നെയാണ്. നാട്ടിൻ്റെ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുക. അതിലൊരു ഭാഗം ഒരു 30 സെൻറ്റ് സ്ഥലത്ത് ഒരു സബ്സ്റ്റേഷൻ നിർമ്മിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതും കൂടെ തൊടുന്ന കാര്യത്തിലെത്തുമ്പോൾ നിങ്ങൾ അവിടെ ഒരു മൗനം പാലിക്കുകയാണ്. എന്താണ് കാരണം? അങ്ങനെ ഒരു വളഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഓപ്പൺ അല്ലേ. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ഭൂമിയാണ് ഈ 70 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ആലോചിച്ച് നോക്കുക. സബ്സ്റ്റേഷൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നമുക്ക് കുറച്ച് സ്ഥലം വിചാരിക്കുക. അവിടെ നമുക്ക് സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയമാണ് സബ്സ്റ്റേഷൻ. നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ അത്ര അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു കൂട്ടി നാളെ മീറ്റിംഗ് വിളിക്കോ, മറ്റന്നാൾ സ്ഥലം കൊടുക്കാൻ ഒരു പ്രയാസമല്ല. 30 സെൻറ്റ് സ്ഥലമേ വേണ്ടുള്ളൂ. 30 സെൻറ്റ് സ്ഥലം വേണ്ടോടുത്ത് 70 സെൻറ്റ് സ്ഥലം നശിപ്പിക്കുകയാണ്. ഒരു സബ്സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 50 സെൻറ്റ് എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക? അപ്പോൾ അത് ഏത് സ്ഥലമാണ്? ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവാസി ചപ്പാത്തി കമ്പനി ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ഇട്ടുകാണ്ട് നശിപ്പിച്ച് ബഡ്സ് സ്കൂൾ അവിടെ സ്വന്തം ഫണ്ടിലാണ് സ്വന്തം സ്ഥലത്ത് ഗ്രാമത്തിൻ്റെ സ്വന്തം സ്ഥലത്തുള്ള ബഡ്സ് സ്കൂള് ഒരു കാരണമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗ്രാമത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേറെ വലുതെന്താ? ഇത് ശരിക്ക് ചർച്ച നിങ്ങൾ കിഴക്കേത്തല ടൗണിൽ വെക്കണം. CPM-ന്റെ നേതാക്കളെ മുഴുവൻ വിളിച്ചു വരുത്തണം. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കരുവാരകുണ്ട് രാഷ്ട്രീയ അല്ലാത്തവരൊക്കെ കിഴക്കേത്തലയിൽ സമ്മേളിക്കട്ടെ. ഇത്ര വലിയൊരു ഇപ്പോൾ നേരത്തെ അംസക്കുട്ടി സൂചിപ്പിച്ചല്ലോ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി. എന്താ അദ്ദേഹം പറഞ്ഞത്? ബഡ്സ് സ്കൂളിന് വേണ്ടി പണം പിരിച്ചു. എന്തിനാ ഈ ബഡ്സ് സ്കൂളിൽ പണം പിരിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ സാധു രക്ഷിതാക്കളെ പറ്റിച്ചിരിക്കുകയാണ്. കരുവാരകുണ്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചിരിക്കുക. വലിയ ഒരു ഭൂമി വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി രൂപീകരിച്ച അവിടെ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂളിന് ആവശ്യമായ കെട്ടിടം അവിടെ നിർമ്മിക്കുക. നിയമ തടസ്സമല്ല. ആ സ്കൂൾ അവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു 20 സെൻറ്റ് നേരത്തെ അംസക്കുട്ടി പറഞ്ഞ പോലെ ഞാനാണ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട അന്ന് ഇവിടെ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന ആൾ ഞാനാണ്. അവിടെ ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ പറ്റൂല. ഇപ്പം ഉണ്ടാക്കി കൊടുത്തും പറ്റൂലല്ലോ. ഇപ്പം ഒരു ബഡ്സ് സ്കൂളിൽ സ്ഥലം മേടിച്ച സ്ഥലത്ത് ആ കുട്ടികളെ കൊണ്ടിടാൻ പറ്റൂല. അവിടെ അല്ല ബഡ്സ് സ്കൂൾ വേണ്ടത്. സ്കൂളുകളോട് ചേർന്ന് വിദ്യാലയങ്ങളോട് ചേർന്ന് പുന്നക്കാട് സ്കൂളിൻ്റെ അവിടെ സ്ഥലം 50 സെൻറ്റ് സ്ഥലം അവിടെ കൊടുക്കുക. ബഡ്സ് സ്കൂൾ അവിടെ സ്ഥാപിക്കും.
അവിടെ കൊടുത്ത സർക്കാർ ഭൂമികൾ എന്തുകൊണ്ട് പഞ്ചായത്ത് ഗവൺമെന്റിന് കൊടുത്ത ഭൂമി ഉപയോഗിക്കുന്നില്ല? സെക്ഷൻ ഓഫീസും വേണ്ട, സബ് രജിസ്ട്രാർ ഓഫീസും വേണ്ട, KSEB വേണ്ട, ഒന്നും വേണ്ട. 70 സെന്റ് സ്ഥലത്ത് അന്ന് ടൗൺ സ്ക്വയർ സ്ഥാപിച്ചപ്പോൾ അതിനെതിരെ ബഹളം വെച്ചു. ഇന്ന് അത് നടപ്പാക്കാൻ കഴിയാതെ വന്നപ്പോ ഒരു വിഷയം ഇട്ടു എന്നല്ല അംസക്കുട്ടി പറഞ്ഞ പോലെ ₹1 വകയിരുത്തിയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്. ഉണ്ടെങ്കിൽ അതിന് ഉത്തരവുണ്ട് പുറത്തിറക്കി. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഒരു ചർച്ച വെക്ക്, ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച വെക്ക്. ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആബിദ് അലി, ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇവിടെ ശ്രീ MP വിജയകുമാറുണ്ട്, കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ലീഡർ അംസക്കുട്ടി. ഞങ്ങൾ ഏറ്റെടുക്കാം. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കഴിയില്ല എന്നാൽ KSEBക്ക് സബ്സ്റ്റേഷന് 30 സെന്റ് സ്ഥലം കൊടുക്കാൻ ഞങ്ങൾ ഏറ്റെടുക്കാം. പഞ്ചായത്തിന്റെ പുറമ്പോക്ക് ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. പുന്നക്കാടന്നെ കൊടുക്കാം. എനിക്ക് അല്ലാത്ത ഭാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒന്നും സബ്സ്റ്റേഷൻ ഉണ്ടാക്കൂല. ഇപ്പൊ ഈ 3 സർക്കാർ ഓഫീസിന് എവിടുന്നാ ഇത് കൊടുത്തത്? ഗ്രാമപഞ്ചായത്തിന്റെ പുറമ്പോക്ക് ഭൂമി സർക്കാർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അത് കൺവെർട്ട് ചെയ്ത് ഭൂമി തരം മാറ്റി സർക്കാരിന്റെ വകുപ്പുകൾക്ക് കൈമാറി അതാത് ഏജൻസികളെ ഏൽപ്പിച്ചു. വില്ലേജ് ഓഫീസറും MP മാരും MLA ഒക്കെ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചുകൊണ്ട് സർക്കാരിന് ഭൂമി കൈമാറിയ പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. ഇവിടെ ഭൂമി ഉണ്ട്. അപ്പൊ അത് തൊടാൻ പരിപാടിയില്ല. പഞ്ചായത്തിന്റെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ അവിടുന്ന് എടുത്തിട്ട് നാട്ടുകാരെടുത്ത് തെണ്ടുക, പിരിവുണ്ടാക്കുക. അവിടെ 20 സെന്റ് സ്ഥലം ഇവർ അന്യാധീനപ്പെടുത്തി ഇവർ പോക്കറ്റിലാക്കാൻ ശ്രമിച്ചു. അത് പഞ്ചായത്ത് സെക്രട്ടറി തിരിച്ചറിഞ്ഞു. അവിടെ ഇത് നിർമ്മിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് സത്യമല്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ കരുവാരകുണ്ടിൽ ആൺകുട്ടികളായിട്ടുള്ള സഖാക്കളുണ്ടെങ്കിൽ പുറത്തു കയറട്ടെ. അല്ല, അപ്പൊ നമ്മുടെ വിഷയം നമ്മളിതൊരു വെല്ലുവിളിയായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 70 സെന്റ് സ്ഥലം അത് നമുക്കൊരു സബ്സ്റ്റേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു എന്നല്ലേ? അതല്ല, ഞാനൊരു കാര്യട്ടെ. ഇനി ഏതായാലും നമ്മുടെ കോൺഗ്രസ് നേതാവ് നിങ്ങളുടെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് വിജയം പറയട്ടെ. കോൺഗ്രസിന്റെ അഭിപ്രായം സബ്സ്റ്റേഷൻ വേണമെന്നാണ്. അതാണല്ലോ ചോദ്യം. പക്ഷേ ഈ പൊന്നുപോലത്തെ സ്ഥലം ഈ 70 സെന്റിൽ തന്നെ നിർമ്മിക്കണമെന്ന് എന്താണ് ഇത്ര വലിയ വാശി? മാത്രമൊന്നുമല്ല, അതിന്റെ എഗ്രിമെന്റ് വായിച്ച ഒരാൾ പോലും പഞ്ചായത്ത് ബോർഡ് തീരുമാനമെടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിന്റെ സ്ഥലം ദാനം നൽകിയ ഡോക്ടർ വിജയൻ കുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചോ? ഇവിടെ ഇരുന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ്? ആ എഗ്രിമെന്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പഞ്ചായത്ത് സ്റ്റാൻഡ് അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അത് അങ്ങനെ തിരിച്ചറിയുന്ന ആളുകൾ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ഈ ചർച്ച അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് അറിയാം, ഈ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആ ചീനിപ്പാടത്തുണ്ട്. 20 സെന്റ് സ്ഥലം തരാ എന്ന് നമ്മളോട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതാണ്. അവിടെ 10 സെന്റ് കൂടെ ചോദിച്ചാൽ അവർ തരും. കാരണം അത്രയും സൗകര്യങ്ങൾ ആ ഭൂമി നിരത്താൻ വേണ്ടി അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഭരണസമിതി ചോദിച്ചാൽ തന്നെ അവിടെ 10-20 സെന്റ് ഭൂമി കൂടെ അവർ തരും. അതിൻ്റെ എല്ലാ സൗകര്യവും അവർക്ക് അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാർ ആളുകൾ JCB ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒരു മണ്ണ് മാന്തിയാൽ അപ്പം പോലീസ് വരും, വില്ലേജിൽ നിന്ന് ആൾ വരും. ഇത് വില്ലേജ് ഓഫീസിന്റെ തൊട്ട് മുന്നിലുള്ള ഭൂമിയാണ്. അങ്ങനെ മാന്തി അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് ഈ ഭരണസമിതി ചെയ്തു കൊടുത്താണ്. അതുകൊണ്ട് അവിടെ ഒരു 20 സെന്റ് കൂടെ വേണമെന്ന് പറഞ്ഞാൽ ആ 40 സെന്റ് അവർ നമുക്ക് തരുമെന്ന് തന്നെയാണ്. അത് ചർച്ചയ്ക്ക് പോകാൻ UDF തയ്യാറാണ്. അതിന്റെ മുന്നിൽ നിൽക്കാനും തയ്യാറാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ 20 സെന്റ് സ്ഥലം തരാ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് രേഖയിൽ വാങ്ങി വെക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇവര്. സൗജന്യമായിട്ട് പഞ്ചായത്തിന് തരാ എന്ന് പറഞ്ഞ് ഇതുവരെ അവർ വാങ്ങി വെച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലാണ്. അതേപോലെ ബ്ലോക്ക് മെമ്പർ ശൈലേഷ് 10 സെന്റ് ഭൂമി അന്ന് മുഖ്യമന്ത്രിക്കാ കൊണ്ടുപോയി ആധാരം കൈമാറിയത്. അതിനുശേഷം ഒരു 7 സെന്റ് കൂടെ കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാ പറഞ്ഞത് 17 സെന്റ് ഉണ്ട്. ആ 17 സെന്റിന്റെ അത് ആധാരം പഞ്ചായത്തിലേക്ക് കൈമാറുകയും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ അത് ഉൾപ്പെടുത്തുകയും വേണം. നാളെ അതില്ല എന്ന് പറയരുത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത വേറെ ചീട്ടായിരുന്നു എന്ന് പറയരുത്. അതുകൂടെ പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കൊണ്ടുവരണം. 100% സബ്സ്റ്റേഷന് വേണ്ടി UDF തയ്യാറാണ്, കോൺഗ്രസ് തയ്യാറാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ആബിദ് അലിയോട്, ഈ ടൗൺ സ്ക്വയർ നിർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല, ടൗൺ സ്ക്വയർ ആവാം. എന്നാൽ അവിടെ ബസ് സ്റ്റാൻഡ് നമ്മുടെ സബ്സ്റ്റേഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് മാത്രങ്ങൾ എതിർക്കണേ. അപ്പോൾ അവിടെ നിങ്ങൾ മറ്റു നിയമം പറയുന്നുണ്ട്. അവിടെ ബസ് സ്റ്റാൻഡ് അല്ലാതെ ഒരു കാര്യമില്ല, ബസ് സ്റ്റാൻഡ് മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുക, അതൊക്കെ പറയും. പക്ഷേ ടൗൺ സ്ക്വയർ കൊണ്ടുവരാൻ അറിയുമ്പോൾ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. എന്താണ് കാരണം? അതിലെ നിയമ തടസ്സങ്ങളാണ് ഞാൻ പറയുന്നത്.
ഇത് ആധാരം ചെയ്തപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇത് ബോർഡ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഇത് കോടികൾ വില മതിക്കുന്ന സ്ഥലമാണ്, ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കാൻ പറ്റൂല, ഇത് വിട്ടുകൊടുത്താൽ അന്ന് കൂടിയ മെമ്പർമാർക്ക് അതിന്റെ പ്രശ്നം വരും. കാരണം ഇത് വിട്ടുകൊടുത്താല്, കാരണം ഇവിടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത്രയും ഭൂമികൾ വിട്ടുകൊടുക്കാൻ അന്നത്തെ ആരൊക്കെയാണോ അത് വെച്ചാൽ അവരെല്ലാം അതിന് ഉത്തരവാദികളാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഈ 4.5 കൊല്ലമായിട്ട് സ്ഥലം കണ്ടെത്താൻ കഴിയാതെ എന്തുകൊണ്ട് ഇത്ര വാശി പിടിച്ച് 70 തുടർന്നു? അപ്പൊ അവർക്കറിയാം സബ്സ്റ്റേഷൻ അവർക്ക് നടത്താൻ കഴിയൂല, അവരെ കൊണ്ടത് കഴിയൂല. അപ്പൊ ഇവിടെ മറ്റുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വോട്ട് തണ്ടാൻ വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കാണ്. അപ്പൊ ഞങ്ങളെ വെല്ലുവിളിച്ച് പറഞ്ഞു, ഞങ്ങൾ നേതാവ് വിജയൻ പറഞ്ഞു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൗക്കത്ത് പറഞ്ഞു, മുസ്ലിം ലീഗിന് പ്രതി അംസക്കുട്ടി പറഞ്ഞു, 30 സെന്റ് സ്ഥലം ഇവര് പറയട്ടെ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇവർക്ക് കഴിയൂല എന്ന് എഴുതി തരികയാണെങ്കിൽ ഞങ്ങൾ UDF 30 സെന്റ് തരാൻ ഉണ്ടാക്കാം. നമ്മള് അതിലേക്കോട്ടെ. പിന്നെ നമ്മള് ഓക്കെ അല്ല, നമ്മുടെ ഇതില് ഈ പരിപാടിയിൽ സബ്സ്റ്റേഷൻ വരുന്നത് കാര്യത്തിൽ എല്ലാവർക്കും സബ്സ്റ്റേഷൻ വേണം. എങ്കിലും നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ 70 സെന്റ് സ്ഥലത്തേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾ പേടിച്ച് പൂച്ച വെള്ളത്തിൽ കണ്ട് ചാടുന്ന മാതിരി നിങ്ങൾ അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളെ ഭാഗത്തുള്ളത്. അപ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഈ സബ്സ്റ്റേഷന് വേണ്ടി പഞ്ചായത്ത് എടുത്ത റെസൊല്യൂഷൻ അത് അംഗീകരിക്കാത്തത് അല്ലെ ചെറിയ കാര്യങ്ങൾ അല്ല, നിങ്ങൾ പറഞ്ഞു അതിന്റെ മറ്റു കാര്യങ്ങൾ അല്ല ബേസിക് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ബേസിക് സെക്രട്ടറി ഇപ്പൊ 25/2/2025 ഇപ്പൊ അവസാന ബോർഡ് മീറ്റിംഗ് ഞങ്ങൾ ധർണ സമരത്തിന്റെ അന്ന്, മാർച്ചിന്റെ അന്ന്, ആ ഇതിൽ ഇപ്പൊ നിലവിലുള്ള അസീന സെക്രട്ടറി തന്നെ വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരിക്കലും അടിസ്ഥാനപരമായി ഇത് നിലനിൽക്കില്ല. വെറുതെ ബോർഡ് തീരുമാനം എടുത്തു എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. കേവലം പ്രതിപക്ഷത്തെ വായിലടക്കാൻ നാട്ടുകാരുടെ മുന്നിൽ കണ്ണുപൊടിയിടാനും വേണ്ടി മാത്രമാണ് ഇത് വ്യക്തമായി അറിയുന്ന സെക്രട്ടറി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇത് കൺക്ലൂഡ് ചെയ്യണം. എന്താണ് പറയണം? അതില് ഇപ്പൊ കരുവാരകുണ്ടില് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ സബ്സ്റ്റേഷന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ UDF സമ്മതിച്ചു എന്ന് വിചാരിക്കുക. ഞങ്ങളൊക്കെ ചർച്ചയിലും സമ്മതിച്ചു, പിന്തുണയും കൊടുത്തു. സാധ്യമാവില്ല. കാര്യം എന്താണെന്ന് അറിയാം, ഇവിടെ വിജയേട്ടൻ പറഞ്ഞു, ഇത് അംസക്കുട്ടിയും പറഞ്ഞു, കുഞ്ഞാനും പറഞ്ഞു. ഇത് ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഭൂമി തന്ന ആള് നമുക്ക് സൗജന്യമായി ഭൂമി തരുമ്പോൾ സാധാരണ ഒരു എഗ്രിമെന്റ് പേപ്പറിൽ എഴുതിയിരിക്കല്ല, ആ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നീ പർപ്പസിൽ ഉപയോഗിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ സാധനം സബ്സ്റ്റേഷൻ തന്നെ ആശയം ഈ 30 സെന്റായി നിന്ന് മാറ്റി നിർത്തിക്കാണ്ട് 30 സെന്റ് സബ്സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വരാൻ പോണത് ഒന്ന് നിയമപരമായി അത് ഏതെങ്കിലും ഒരാൾ അതിൻ്റെ സാധ്യത ഒന്ന് ആ സ്ഥലം കണ്ണായ ഒരു സ്ഥലത്താണ്, പിന്നെ ജനവാസ കേന്ദ്രമാണ്. ജനവാസ കേന്ദ്രം അത്രയും തിക്നെസ് ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും സാധനം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പ് വരും. ഇപ്പോൾ ഇവിടെ MCF എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമം മുഴുവൻ തെണ്ടി നടന്നിട്ട് ഒരാളും അനുമതി തരാത്ത നമ്മൾ അവിടെ കൊണ്ടുപോയി വ്യവസായ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി ഉണ്ടാക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ അത് നടന്നുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ സ്ഥലത്ത് 2 കാരണം, ഒന്ന് നിയമപരമായി അതിൻ്റെ ആധാരവും എഗ്രിമെന്റും അതിനെതിരാണ്, രണ്ടാമത് ഇവരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രിനെയും വൈദ്യുതി വകുപ്പിനെയും ഗവൺമെന്റിനെയും ഒക്കെ അവർ തെറ്റിദ്ധരിപ്പിച്ചു. സൈലേഷിന്റെ ഭൂമി കൊണ്ടുപോയിട്ട് ഞങ്ങൾ വൈദ്യുതി സെക്ഷൻ ഓഫീസിന് വേണ്ടി സബ്സ്റ്റേഷന് വേണ്ടി നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതില്ല, ആ ഭൂമിയില്ല. ഇനി ഒരു 20 സെന്റ് ഇവിടുന്ന് തന്നതിന് അതുമില്ല. പിന്നെന്താ അവസാന സമയത്ത് ഇവിടെ ടൗൺ സ്ക്വയർ പ്രൊജക്ടിന് വേണ്ടി അവര് തന്നെ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ ബോർഡിന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തില് 70 സെന്റ് സ്ഥലത്ത് തുടങ്ങാം, നടത്താം എന്ന് ഉദ്ദേശിച്ച ആ ടൗൺ സ്ക്വയർ പ്രൊജക്ടിനെ ഞങ്ങൾ തുടർന്ന് ചെയ്യാണ് എന്ന് അവര് മിനിറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് 30 സെന്റ് എടുത്തിട്ട് സബ്സ്റ്റേഷൻ ഉണ്ടാക്കും എന്ന വാദം രാഷ്ട്രീയമാണ്. അത് സത്യസന്ധമായി നടപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല, ശുദ്ധ ബോസ്കാണ്. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യം, ഈ 70 സെന്റ് ആ ഭൂമി ഇവിടെ UDFന്റെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് അവർ പറയുന്നത് അവിടെ അത്തരം ഒരു ഒരു സാധനം അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ വന്നാൽ നിയമ തടസ്സം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് മാത്രമാണ് അവരിതിനെ എതിർക്കുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും ഈ ഒരു ചർച്ചയിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ഇവരുടെ എതിർപ്പ് പല ഭാഗത്ത് നിന്ന് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ സബ്സ്റ്റേഷൻ എന്ന നമ്മളെ സ്വപ്നം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഇത് സബ്സ്റ്റേഷൻ വരാനുള്ള
എല്ലാ സാഹചര്യങ്ങളും എല്ലാ അനുകൂലമായ സപ്പോർട്ടും എല്ലാ ആളുകളുടെയും ഭാഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ. നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതലറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി സ്മാർട്ട് അബാക്കസ് 9447164411.